ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഇഷ ബേബിയുടെ ബർത്ത്ഡേ ആയിട്ട് സർപ്രൈസ് കൊടുക്കാൻ പോവാം കേട്ടോ. വാപ്പച്ചി നാട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. വാപ്പച്ചി മൂടാലിലുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞു നിങ്ങളൊരു വേളാഞ്ചേരിക്ക് നിങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് വാ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. പോണ വഴിയിൽ നമ്മൾ വാപ്പച്ചിയുടെ വണ്ടി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇഷ ബേബി അത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ശ്രദ്ധിച്ച്, നമ്മൾ ശ്രദ്ധയപ്പെട്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഇഷയ്ക്ക് സർപ്രൈസ് കൊടുക്കാം. വാപ്പച്ചി വരുന്നത് ഇഷ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇഷയുടെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാവും നോക്കാം. വാപ്പച്ചി ഇതുവഴി കയറി ഞങ്ങൾ വരുന്ന വീഡിയോ എടുക്കും. ഞങ്ങളൊക്കെ ഇപ്പോഴത്തെ പ്ലാനിങ്ങിലാണ്. ഉണ്ടാവും നോക്കാം, ഒന്നും അറിയില്ല. വഴി കാണാം. എന്താ ദാരിഷ ആരാണ്? ആരാ? ഏത് നിങ്ങളെ മഹാൻ ഓമന മകൻ. ഹലോ ഗൈസ്, ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ബർത്ത്ഡേ എത്രയാണ്? ശിവയുടെ ബർത്ത്ഡേ അല്ലേ? സന്തോഷം ശിവബി ഏതാ മിഠായി പറ. ശിവബിക്ക് മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് നടക്കാം. ഏത്? ഇതോ? ഇതാണ് മിഠായി? പിന്നെ ഏതാ? ഞാൻ എടുത്തോട്. ഇന്നോള് പറയുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കാന്ന് പ്രോമിസ് ചെയ്താണ്. അടുത്തേക്ക് പറ. ആ എടുത്തോ. ഓൾക്ക് ഏതാ മിഠായിന്ന് ഫുൾ കൺഫ്യൂഷനായിട്ട് നടക്കാണ്. എവിടെയാണ് നിന്റെ ചെരുപ്പന്തിയെ? എവിടെ പറ. ആ ആ നീ കാണിച്ചാ? നിനക്ക് തന്നെ കൺഫ്യൂഷനാണ് ഏതെടുക്കണ്ടെന്ന്. വേഗം പറ. അതാണോ? പിന്നെ അതാണോ? ആ എന്നാ ബില്ലടിക്കും. അങ്കിളുടെ അടുത്തോണ്ട് കൊടുക്കുക. ബില്ലടിക്കും. ആ അങ്കിളുടെ ലാസ്റ്റ് അങ്കിളുടെ അടുത്തോണ്ട്. അല്ല ഇവിടെ അടിച്ചോ, ഇവിടെ അടിച്ചോ, ഇവിടെ അടിച്ചോ. ഇത്ര 40 കഴിയുമ്പോ കുട്ടീനായിട്ട് ഇറങ്ങിയാ? ഞാൻ ഇറങ്ങിയ എന്താ വെച്ചാൽ പർച്ചേസ് ഇറങ്ങിയിട്ട് നമ്മൾ പോവുകയാണ് തിങ്കളാഴ്ച. അപ്പൊ നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള കുറച്ച് സാധനം എടുക്കാനാണ്. അതൊക്കെ പർച്ചേസ് ചെയ്തു. ഇത്രയും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്താ? 3000 പർച്ചേസ് ചെയ്തു. അതിന് സാധനം ഒക്കെ എടുത്ത്. ഇതെന്താ കഴിക്കണേ? ഇതെന്താ സാധനം? ഇത് ഇതുവരെ ഇത് നോക്കിയിട്ടില്ല. ഇവര് നിന്നിട്ട് എന്റെയോട് പറയണ്ടേ? ഇതിനുള്ളിൽ എന്നിട്ട് വീഡിയോ എടുക്കരുത്. ഇത് നെക്കിയിട്ടില്ല. നല്ലത് നെക്കിയാലേ ബീക്ക് പോവുള്ളൂ ബേസ്മെന്റിക്ക്. അപ്പൊ അങ്ങനെ. അപ്പൊ ഞാൻ എത്തി. ഇനി ബാക്കിയുള്ള പരിപാടി എന്താ? ഇനി ചെറിയ സർപ്രൈസ് ഡ്രസ് എടുക്കുക. അതെ, ഇന്നറിയിക്കോളൂ. പെര മൊത്തം കാര്യമാണ്. വേറെ ഞാൻ നല്ല ഫ്രിഡ്ജ് തരുമ്പോ എനിക്ക് തന്നെ എന്തോ പോലെ. കാരണം ഒരു സാധനം പമ്പേഴ്സാണോ?
എന്റെ പകുതി കായ് തിന്നു പോണത് ഇവര് പമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ ഒന്നും കൂടി ആയപ്പോ പമ്പേഴ്സിന്റെ എണ്ണം കൂടി. ഇഷബേബിയാണ് എന്റെ പമ്പേഴ്സ് മൊത്തം കായ് മൊത്തം നയിച്ചിന കായ് ഓള് പമ്പേഴ്സ് പാത്തിയിട്ട് കായ് മൂത്രയിച്ചിട്ട് കായ് കളയുന്നിട്ട് നിങ്ങള് മൂത്രയിച്ചിട്ട് അതുകൊണ്ട് ഇനിയിപ്പോ ആ ഭാഗത്ത് നോക്കട്ടെ. അതിഗ്രമായ പർച്ചേസിങ് കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ഇല്ല പർച്ചേസിങ്. അങ്ങനെ നമ്മൾ മാളിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോഴാണ് പ്രതീക്ഷിക്കാതെ അസിക്കാനും ഫാമിലിനെയും കണ്ടിട്ട്. അപ്പോൾ അവരായിട്ട് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചു. അവർ നമ്മൾ വിളിച്ചപ്പോൾ അവർക്ക് ടൈമിൽ ഒരു കുറേ നേരം വന്നിട്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പോയി നമ്മൾ നേരെ കയറി. അപ്പം ഞാൻ ഒന്നും കഴിക്കാൻ വന്നതല്ല, നമ്മൾ വെറുതെ വന്നതാ. അങ്ങനെ കുട്ടീനെ ഈ കുട്ടീന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും വാപ്പച്ചിക്കാണ് പോവോളോ ഏൽപ്പിച്ചിക്കണേ. എന്തെങ്കിലും കഴിക്കാൻ വന്നാണോ? ഞാൻ പറഞ്ഞു ഒന്നും കഴിക്കാൻ വന്നതല്ല. എങ്ങനെയാ മേലക്കുള്ള സ്റ്റെപ്പ് അറിയില്ല. മാംഗോ അത് മതിയോ? പിടിച്ചിക്കണ നിഷ. വിഷുവിനാ? ഇത് വിഷുവിന് പൊട്ടിക്കണം. വിഷുവിന് പൊട്ടിക്കണത് ഞാനൊക്കൊന്നുമില്ല, ഒരു സാധനം ഇല്ല എനിക്ക്. ഈ പറഞ്ഞത് കേൾക്കണില്ലല്ലോ, അതുകൊണ്ടാണ്. തന്നെ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. എന്നാ അത് കയ്യിലുള്ള അവിടെ വെക്ക്. ഞാനൊന്ന് ആലോചിക്കട്ടെ കേട്ടാ. ഇതെന്തിനാ പൊട്ടിക്കല്? എന്ത് പരിപാടിക്കാ പൊട്ടിക്കല്? അല്ല ഈ കുട്ടിയാ വലിയ പെണ്ണാണെങ്കിൽ അങ്ങനൊക്കെ ഉണ്ടോ? എത്ര എണ്ണാണ്? ഒന്നല്ല അമ്മ. ഇത് മതി. ഇതാണ് 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 ഭംഗി. ഇതാണ് ഭംഗി. സൂപ്പർ. ഇവിടെ നോക്കാം എന്ത് ഭംഗിയെ കാണാൻ നിഷ ബേബി. അവളെ ഇഷ്ടത്തിന് കൊടുക്ക്. റെഡാണെങ്കിൽ റെഡ് കൊടുക്ക്. ബേബിക്ക് കേക്കൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ കട്ട് ചെയ്യാനുള്ള സ്ഥലം തേടി പോട്ടെ. അത് എവിടെയുള്ളതെന്ന് അറിയാം. നമ്മൾ വളാഞ്ചേരി യാറിൻ്റെ തൊട്ടടുത്താണ്. ആ കാണുന്ന യാറാമാള് അതിൻ്റെ തൊട്ടിപ്പുറത്താണ് കേട്ടോ. ഇതിൽ വെച്ചിട്ടാണ്. ഇതിൻ്റെ പേരെന്താ? എന്താണ്? FLOസാ? എവിടെ? അപ്പൊ നമ്മുടെ കേക്ക് ഇതാ പോണ്. പോയി നോക്കട്ടെ നമുക്ക്. ഈശ ബേബിന്റെ ബർത്ത്ഡേ. എന്ത് നടക്ക് അങ്ങോട്ട് നടക്ക്. ഈശ ബേബി ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ബർത്ത്ഡേ ഒക്കെ പോയി. മുറിക്കല്ലേ? എന്നാ മുറിച്ചേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അടിപൊളി അടിപൊളി അടിപൊളി. പാപ്പച്ചിക്കണ്ട? താങ്ക് യു. എങ്ങനെയുണ്ട്? ഹാപ്പിയായാ? ഹാപ്പിയായാ? രാവിലെ തൊട്ട് ഓള് കേക്കിലേക്ക് ഒരു പീസ് കേക്ക് വാങ്ങി തരും, ഒരു പീസ് കേക്ക് വാങ്ങി തരും എന്ന് വെച്ചാണ്ടിരിക്കുന്നത്. എന്നോട് വന്നിട്ട് എന്താ പറഞ്ഞേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഹാപ്പിയാ? നമ്മൾ എവിടെയാണ് അമ്മയുള്ളത്? കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നാണ്. ബർത്ത്ഡേകൾക്കും മറ്റവൾക്കും ഡ്രസ്സ് എടുക്കണ്ടേ, അതിന് വേണ്ടി വന്നാണ്. ആ പോണ്. ബർത്ത്ഡേകൾ തൊപ്പിയൊന്നും ഒഴിവാക്കില്ല ഇതുവരെ. ആ പറയും. ആ
ബർത്ത്ഡേ ഇല്ലെങ്കിൽ താത്തമാർക്ക് ഡ്രസ് എടുക്കണ്ട, ബർത്ത്ഡേ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. എന്റെ കുട്ടിക്ക് എന്താ ഇബൂന്? അപ്പൊ വാപ്പാക്കോ? മേമാക്കാ ഇടയിൽ കൂടെ കേറ്റണു. എന്റെ കുട്ടിക്കൊന്നുമില്ല, എന്റെ കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. നടക്ക് പോട്ടെ. എന്റെ ഉണ്ടായി അവിടെ നമുക്ക് പറ്റില്ല, ഓൾക്ക് പറ്റൊന്നുമില്ല. ഇതിങ്ങനെയാണ്. ഇത് രാത്രി ഇന്ന് 11 മണി വരെ, ഇന്ന് രാത്രി 11 മണി വരെ വളാഞ്ചേരി ടൗൺ മൊത്തം ഡ്രസ്സിന് കറങ്ങേണ്ടി വരും. എനിക്ക് ഉറപ്പാണ്, ഞാനത് പ്രതീക്ഷിക്കണം. ഞാൻ കാണിച്ചു തരാം, ഇന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇന്റെ തനി കോണങ്ങൾ ഇന്ന് മനസ്സിലാക്കൂട്ട. വീഡിയോ കാണുന്നവര് ഈ ചെങ്ങായി ഇത്ര മോശമാന്ന് ഇവര് ഇന്ന് പറയും, ഉറപ്പാണ്. ഇന്നത്തെ കട പോരാഞ്ഞിട്ടാണ് സ്റ്റാൻഡേർഡ്, ഇവർക്ക് അത് പോരത്രേ. അപ്പൊ വളാഞ്ചേരി മാക്സിലാട്ടോ വന്നിട്ടുള്ളത്. ആർക്ക്? ഓ, ഓർക്ക് സ്റ്റാൻഡേർഡ്. എത്ര നമ്മള് നോക്കട്ടെ. ഇനി ഇവിടുന്ന് പറ്റൂല എന്നുണ്ടെങ്കിൽ അടുത്ത കട നമ്മൾ തേടി പോകട്ടോ. ഇന്ന് എനക്ക് പാവാടി മുത്താന് നീ നമുക്ക്. ആൾക്കാര് മൊത്തം നോക്കി ചിരിക്കണ്. എങ്ങനെയുണ്ട്? ഇന്ന് ഓള് എൻജോയ് ചെയ്യട്ടെ. ഇന്ന് നിനക്ക് എൻജോയ് ചെയ്യാനുള്ള ദിവസം കേട്ടാ ശ്വേതി. എന്റെ മെയ് 30 നമുക്ക് എൻജോയ് ചെയ്യാം. നമുക്ക് കേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്രാവശ്യം നമ്മള് സെറ്റ് ആക്കും. എല്ലാ ആഴ്ചയും ഇപ്രാവശ്യം എന്തായാലും ഉണ്ടാവും. ഓക്കെ, അവസരം ഇഷ്ടപ്പെട്ടാ? നമ്മൾ എന്നിട്ട് ബർത്ത്ഡേക്കുള്ള സാധനങ്ങൾ എടുത്ത് പർച്ചേസ് ചെയ്തോണ്ടിരിക്കട്ടെ. നോക്ക്, ഇതാ പേരെന്താ? ഷിബിയോടെ വീട് ഇവിടെ തന്നെ. ഐഷു ഇതിട്ടിട്ടാട്ടെ നാളെ. ഐഷു നമ്മള് ഇതാണ് എടുത്തത്. എനിക്കറിയില്ല ഇതിന്റെ പേര്. മറ്റേ ഗെയിമുള്ള ചെങ്ങായിയാണോ? ആ ഷിൻജാന് ആ സാധനം എന്നോട് ഓന്റെ കാക്കയാണെന്ന്. അപ്പൊ ഇഷബേബിക്ക് ഇത് രണ്ടും ഇതിക്കുള്ളൊരു വുഡീസ് ടൈപ്പ് ഇതും. ഐഷു വേറെ ഷർട്ട് എന്തോ വേറെ ചെയ്യാൻ പോയി. അപ്പൊ ഇതാണ് നമുക്ക് ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ്. ഇവർക്ക് ഗിഫ്റ്റ്. ഹാപ്പി ആയില്ലേ? ഇതെടുക്ക പോണ്? ഇതിനോട് സലാം പറഞ്ഞു. ഓളക്കാതൊരു കഥട്ടുള്ളു. അങ്ങനെ നമ്മളെ പർച്ചേസിങ് കഴിഞ്ഞിട്ടാ മാക്സിൽ നിന്നാണ് നമ്മളെ പർച്ചേസ് നടത്തിയത്. ഇവിടുന്നാണ് പറ്റിയത്. കുറെ കടകൾ ഇതിന്റെ ബാക്കിയൊന്നും കാണിക്കാത്ത എന്താ അറിയോ? അതുകൊണ്ടാണ്. കൊല്ലം ഇഷുബേബി അവള് തെറ്റിക്കണല്ലോ. എന്താ മുണ്ട് നിങ്ങൾ എന്താ ഞങ്ങളിങ്ങനെ ഓടുന്നത് അറിയോ? അവിടെ വീട്ടിലെ ആളുകൾ വന്ന് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ മോശമല്ലേ ഒരാൾക്കാർ വന്നിട്ട് നമ്മളവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്? അതെ. ഇഷുബേബി മിണ്ടുന്നില്ല. ഇവിടെ എന്ത് തെറ്റി? എന്ത് പണങ്ങി? മിണ്ടുന്നില്ല. ഇഷ മിണ്ടുന്നില്ല. എനിക്കറിയില്ല. മുടിമക്കെട്ടിയുടെ ബാഗ് അത്ര. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളിനി ബാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോസ് ഒക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വേറെ ഒന്നുമല്ല, ഭയങ്കര തിരക്കാ. വീട്ടിലൊരു ടീം വന്ന് കാത്തിരിക്കുന്നു.